ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്റ്ററാണ് വണ്ടി, പഴയ മോഡൽ. അതിനെ നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്ലഗ് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വേറെ നമുക്ക് ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ് വേറെ യാതൊരുവിധ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല ചേട്ടാ. അപ്പോൾ പെട്രോൾ ലീക്ക് എന്ന് പറയുമ്പോൾ രാവിലെ അടിഭാഗത്ത് പെട്രോളിൻ്റെ സ്മെല്ലോട് കൂടിയിട്ടുള്ള നനവ് കണ്ടു എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കാണാനില്ല. പക്ഷേ സ്കൂട്ടർ മോഡൽ വണ്ടി, കാർബറേറ്റർ മോഡൽ വണ്ടികൾ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് വന്നൊരു പ്രോബ്ലമാണ് ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്. അത് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം നിലവിൽ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പൈപ്പ് പൊട്ടിയേക്കുന്നതായിട്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിലവിൽ ആ കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് നോക്കണം. അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്താണ് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം നമുക്കൊരു 500-550 നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അങ്ങനെ വേണ്ട. നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത് പ്രശ്നം കാണിക്കുകയാണെങ്കിൽ, വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാറ്റാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ പ്ലഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പ്ലഗ് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം. ചോക്ക് കേബിൾ പൊട്ടിയേക്കാണ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ ഒരു ചെറിയ ലീക്കേജ് ഉണ്ട്. അത് ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. റബ്ബർ ഗ്യാസ്കറ്റാണ്. ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗമാണ് ഈ സൈഡൊക്കെ. ഓവർ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ താരതമ്യേന ഹീറ്റിംഗ് കൂടുതൽ വന്ന പോർഷനുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് റബ്ബർ ഗ്യാസ്കറ്റ് വന്നതുകൊണ്ട് കോമൺ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളും ലീക്കേജ് കാണിക്കും സാധാരണ രീതിയിൽ. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റും ഈ മൗണ്ട് റബ്ബറും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്രോൾ ലീക്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും അല്ല. പെട്രോൾ ലീക്കിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് വീണ്ടും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ തൽക്കാലം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം ഒഴിവാക്കി നിർത്തിയേക്കാണ്. പക്ഷേ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യുക വേണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ്, എസ്റ്റിമേറ്റ് കാര്യങ്ങൾ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം. റിപ്പീറ്റ് പെട്രോൾ ഓവർഫ്ലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടുവരാം. കാർബറേറ്റർ കൂടി ഒന്ന് അഴിച്ച് നോക്കി ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ.